ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹോങ്കോങ് നഴ്സസ് റിക്രൂട്ട്മെന്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഹോങ്കോങ് നഴ്സസ് റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്തവരും അതുപോലെ തന്നെ ഇന്റർവ്യൂ മെയിൽ വന്നവരും ഇന്റർവ്യൂ കഴിഞ്ഞവരും പ്രോസസ്സിംഗ് നടക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ദയവായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഇത് ഒരിക്കലും അറിയാതെ പോകരുത് കേട്ടോ. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ കുറെ കമന്റുകളായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അതുകൂടെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഡിപെൻഡ് വിസയിൽ ഫാമിലിക്ക് വരാൻ സാധിക്കുമോ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇവിടെ ഫ്രീ ആണോ? അതുപോലെ തന്നെ ഡിപെൻഡ് വിസയിൽ ഫാമിലി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? പിന്നെ ഈ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണം? GNM-നും BSc-ക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ? ഈ റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഇനിയും അയക്കാൻ സാധിക്കുമോ എന്നുവരെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതെന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസുകൾ വന്നിരുന്നു. അതുകൂടെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ നഴ്സ് ഹോങ്കോങ്ങില് കഴിഞ്ഞ മാസം എത്തുകയും ഈ മാസം 2-ാം തീയതി ജോയിൻ ചെയ്യുകയും ചെയ്തു. ആദ്യം വന്ന ഓപ്പറേഷൻ തിയേറ്റർ നഴ്സാണ്. അവളുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കാം. അവളുടെ ഡ്യൂട്ടിയിൽ കയറിയുകൊണ്ട് കുറച്ച് തിരക്കാണ്. അപ്പൊ അവളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ച് പറയാം. അതായത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു, 2024 അപ്ലൈ ചെയ്ത മലയാളി നഴ്സുമാർ ഏകദേശം 30ഓളം പേര് സെലക്ട് ആയിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് മെയ് മാസം ഇവിടെ എത്തുമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതില് ഒരു 6 പേരോളം ഇപ്പോൾ അവസാനത്തെ പ്രോസസ്സിംഗിന്റെ അവസാനം ഏകദേശം ഒരു 5 മാസങ്ങൾക്ക് ശേഷം അവർക്ക് 5 ഇമിഗ്രേഷൻ പ്രോസസ്സിംഗിന്റെ സമയമായപ്പോൾ ഹോങ്കോങ് നഴ്സസ് റിക്രൂട്ട്മെന്റ് സൈഡിൽ നിന്ന് അവർക്കൊരു മെയിൽ വന്നു. ഹോങ്കോങ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് പോളിസി അനുസരിച്ചിട്ട് 18-നും 40-നും ഇടയ്ക്കുള്ള GNM നഴ്സ് ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി ഹോങ്കോങ്ങിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇനി 40 കഴിഞ്ഞവർ ആണെങ്കിൽ അവര് മസ്റ്റ് ആയിട്ട് ഡിഗ്രി ഉള്ളവരായിരിക്കണം, BSc നഴ്സിംഗ് ഉള്ളവരായിരിക്കണമെന്ന് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു മെയിൽ വന്നു. അപ്പൊ അതുകൊണ്ട് 4-5 പേർക്ക് ഈ ഒരു സെയിം മെയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പല രാജ്യങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരും ആയിരുന്നു. അവർക്ക് ആ ഒരു മെയിൽ വന്നപ്പോൾ ശരിക്കും ഷോക്ക് ആയിട്ടുണ്ട്. അവർ ഫർദർ ആയിട്ടുള്ള മെയിലുകളൊക്കെ അവരോട് അയച്ച് ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത്? കാരണം അവിടെ പേപ്പേഴ്സ് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു. അവിടെ ഏജ്, അവിടെ എക്സ്പീരിയൻസ്, അവിടെ എഡ്യൂക്കേഷൻ എല്ലാം അവർക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഈ ഒരു ഇമിഗ്രേഷന്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഇങ്ങനെയൊരു മെയിൽ വന്നിരിക്കുന്നത് എന്നൊരു റിജക്ട് ഇതുവരെ ആയിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ഇല്ല എങ്കിൽ, നിങ്ങൾക്ക് പോസ്റ്റ് BSc ഇല്ല എങ്കിൽ അതിന്റെ പ്രൂഫ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ ജൂലൈ മാസത്തിന് മുമ്പ് നിങ്ങളുടെ ഇത് ക്യാൻസൽ ആകുമെന്നുള്ള കാര്യമാണ് അവരെ ഇപ്പൊ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാരണം, ഇനിയും അപ്ലൈ ചെയ്യാതിരിക്കുന്നവരും അപ്ലൈ ചെയ്തവരും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ഇരിക്കുന്നവര് അറിഞ്ഞിരിക്കണം. അതായത് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞവരാണ്, മിനിമം 3 years കോഴ്സ് ചെയ്തവരാണെങ്കിൽ 40 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. ഇനി GNM കഴിഞ്ഞിട്ട് നിങ്ങൾ പോസ്റ്റ് BSc എടുത്തവരാണെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളവരാണെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ളവർക്കും ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. BSc നഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, അപ്ലൈ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല കേട്ടോ. അതുകൊണ്ട് ഇനി അപ്ലൈ ചെയ്യാനിരിക്കുന്നവര് ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇനിയും അപ്ലൈ ചെയ്യാമോ എന്ന് കുറെ പേര് റിപ്പീറ്റഡ് ആയിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓരോ വീഡിയോയിലും കറക്റ്റ് ആയിട്ട് പറയുന്നതാണ്. 2026 മാർച്ച് 31-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട്. ഇത് 2025-ലെ അപ്ഡേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അപ്ലൈ ചെയ്യാത്തവരും അപ്ലൈ ചെയ്യാനിരിക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഹോങ്കോങ്ങില് വന്ന മലയാളി നഴ്സിന് ഞാൻ ഈ പറഞ്ഞ സാലറി ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് പോരെ. അവരുടെ അപ്പോയിന്റ്മെന്റ് ലെറ്ററിലും ഓഫർ ലെറ്ററിലും എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്ന മെൻഷൻ ചെയ്തിരിക്കുന്ന സാലറി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 to 6 lakhs ഇന്ത്യൻ റുപ്പീസ് ആണ് നമ്മുടെ സാലറി വരുന്നത്. ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 1 year എക്സ്പീരിയൻസ് ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഒരു 4 lakhs സാലറി നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും. ബേസിക് സാലറിയാണ് ഞാൻ പറഞ്ഞത്. അപ്ലൈ ചെയ്യാൻ വേണ്ടി എത്ര വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. മിനിമം 1 year എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. നിങ്ങൾ GNM ആണെങ്കിലും പോസ്റ്റ് BSc ആണെങ്കിലും അതുപോലെ BSc നഴ്സ് ആണ്, MSc നഴ്സ് ആണെങ്കിൽ മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് വേണമെന്നുണ്ട് കേട്ടോ. പലരും എന്നോട് ചോദിക്കുന്നുണ്ട് പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്ന്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ GNM ആണെങ്കിൽ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് BSc ആണ്. നിങ്ങളൊരു BSc ആണെങ്കിൽ BSc കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്, മിനിമം 33 hours എങ്കിലും മുകളിലുള്ള ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് ആയിട്ടാണ് കൂട്ടുന്നത്. പോസ്റ്റ് ക്വാളിഫിക്കേഷൻ ട്രെയിനിങ് ഉള്ളവർക്കാണ്
അവർ സ്പെഷ്യൽ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് GNM അല്ലെങ്കിൽ BSc മാത്രം ഉള്ളെങ്കിൽ അവർ ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആണ് കൊടുക്കുന്നത്. ലിമിറ്റഡ് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ കോൺട്രാക്ട് തീരുന്നത് വരെ നിങ്ങൾക്ക് ലിമിറ്റഡ് രജിസ്ട്രേഷൻ ആയിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് വൈസിൽ നിങ്ങൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് റിന്യൂവൽ ചെയ്ത് കിട്ടുകയാണെങ്കിൽ സ്പെഷ്യൽ രജിസ്ട്രേഷനിലേക്ക് നിങ്ങൾക്ക് മാറാം. നിങ്ങളുടെ ഗ്രേഡുകൾ കൂടി വരും. അതിനുശേഷം നിങ്ങളുടെ വീണ്ടും റിന്യൂവൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഫുൾ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഗ്രേഡിലേക്ക് നിങ്ങൾ എത്തും. ഇങ്ങനെയാണ് ഇവിടുത്തെ രജിസ്ട്രേഷൻ അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം എക്സാം ഇല്ലാതെയാണ് നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവര് ഈ ലിമിറ്റഡ് അല്ലെങ്കിൽ സ്പെഷ്യൽ രജിസ്ട്രേഷൻ വഴി നിങ്ങളുടെ ഹോങ്കോങ്ങിലേക്ക് എത്തുന്നത്. കാരണം ഇവിടെ ജോയിൻ ചെയ്ത ആ കുട്ടിയോട് തന്നെ അവർ ചോദിക്കുന്നു, മറ്റുള്ള നേഴ്സുമാർ അവളോട് ചോദിക്കുന്നുണ്ട്, എക്സാം ഇല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചത് നിങ്ങളുടെ ലക്കാണ്. അവരൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ടാണ് നോക്കുന്നത്. കാരണം ഹോങ്കോങ്ങിലെ ലൈസൻസ് എക്സാം എന്ന് പറയുന്നത് വളരെ പാടാണ്. കയ്യിലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ഹോങ്കോങ് ലൈസൻസ് എക്സാം എല്ലാ വർഷവും പാസ്സാവാറുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എക്സാം ഇല്ലാതെ ഹോങ്കോങ്ങിലേക്ക് എത്തി ഇത്രയും വലിയൊരു സാലറിയിൽ ജോലി കിട്ടി എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടെയുള്ള നഴ്സുമാർക്ക് തന്നെ വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ ആരും കളയണ്ട. ഇപ്പൊ പ്രോസസ്സിംഗ് നടക്കുന്നവരോ ഓപ്പറേഷൻ തിയേറ്റർ നഴ്സുമാരും ICU നഴ്സുമാരുമാണ്. ഇപ്പൊ നിലവില് ഇവരെ ഒരു ആദ്യ പരീക്ഷണഘട്ടം എന്ന നിലയിലോ ഓപ്പറേഷൻ തിയേറ്ററിലേക്കും ICUയിലേക്കുമാണ് നഴ്സസ്മാരെ എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ലാംഗ്വേജ് എന്താണെങ്കിലും കാന്റണീസ് ആണ് സംസാരിക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് കാന്റണീസ് അറിയത്തില്ലാത്തത് കൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പേഷ്യൻസുമായിട്ട് മിങ്കിൾ ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണാർത്ഥമാണ് അവര് ICUയിലും ഓപ്പറേഷൻ തിയേറ്ററിലും ആദ്യം അവരെടുക്കുന്നത്. ഫ്യൂച്ചറിൽ ഇതൊക്കെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അവർ മറ്റുള്ള വാർഡുകളിലേക്കും അവർ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും വാർഡിലുള്ളവരും അപ്ലൈ ചെയ്യാതിരിക്കേണ്ട. കാരണം എപ്പോഴാണ് അവര് ഈ ഒരു തീരുമാനം മാറ്റുന്നത്, നിങ്ങളുടെ ഇന്റർവ്യൂ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയെങ്കിൽ ചിലപ്പം നിങ്ങളെ വാർഡിലേക്കും എടുത്തു തുടങ്ങും. കാരണം അത്രയ്ക്കൊരു അക്യൂട്ട് ഷോർട്ടേജ് ഹോങ്കോങ്ങിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു പൈസ പോലും നിങ്ങൾ കൊടുക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്ലൈ ചെയ്തിട്ടോളാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു അവസരം കളയണ്ട. പിന്നെ എല്ലാവരും എന്നോട് ചോദിച്ചാൽ കാന്റണീസ് നിർബന്ധമാണോന്ന്. ഇപ്പൊ നിലവില് പാസ്സായ ആർക്കും കാന്റണീസ് അറിയില്ല. കാന്റണീസിന്റെ ഒരു പഠിക്കാനുള്ള ഒരു ചെറിയൊരു PDF ഫയൽ അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും പതിയെ ആ ഒരു കാരണം പേഷ്യന്റുമായിട്ട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കാരണം ഇവിടുത്തെ പ്രായമായ ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്തത് കൊണ്ടും അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും പാസ്സായവരൊക്കെ ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന PDF വഴി നിങ്ങളൊന്ന് ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പൊ നിലവിൽ എന്താണെങ്കിലും ഇംഗ്ലീഷ് അറിയുന്നവരെ ആണെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെന്റ് വഴി എടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ഒരു ചോദ്യമാണിത്, ഡിപെൻഡന്റ് വിസയിൽ ഫാമിലിനെ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന്. തീർച്ചയായിട്ടും ഡിപെൻഡന്റ് വിസയിൽ നിങ്ങൾ വരുന്ന അന്ന് തന്നെ നിങ്ങൾക്ക് ഫാമിലിനെ ഇവിടെ കൊണ്ടുവരാം. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതിയെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഇന്റർവ്യൂ പാസ്സായി കഴിയുമ്പോൾ റിക്രൂട്ട്മെന്റ് ടീം നിങ്ങളോട് തന്നെ ചോദിക്കും എപ്പോഴാണ് നിങ്ങൾക്ക് ഫാമിലിനെ കൊണ്ടുവരേണ്ടതെന്നൊക്കെ. അപ്പൊ അതിനുള്ള ടിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്തു തരുന്നത്. വിസയെല്ലാം അവർ തന്നെയാണ് ചെയ്തു തരുന്നത്. പിന്നെ ഫാമിലി വിസയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിക്ക് ഇവിടെ തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽഡ് ജോബാണോ അൺസ്കിൽഡ് ജോബാണോ. അൺസ്കിൽഡ് ജോബാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ജോലി കിട്ടാൻ വേണ്ടി. ആദ്യം ഒരു വർഷം കുറെ കഷ്ടപ്പെടും ജോലി കിട്ടാൻ വേണ്ടി. അപ്പൊ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി പ്രൊഫഷണൽ ജോബുകളാണെങ്കിലും കിട്ടാൻ നന്നായിട്ട് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പെട്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടണമെന്നില്ല കേട്ടോ. പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളിലാണ് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. ഫ്രീ ആണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബൈലിംഗൽ സ്കൂളുകൾ ഇവിടെ ഉണ്ട്. അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ ഫ്രീ ആണ് കേട്ടോ. കുട്ടികൾക്ക് ഇവിടെ സ്കൂളുകൾ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ എഡ്യൂക്കേഷൻ ബ്യൂറോയിൽ അപ്ലൈ ചെയ്ത് അവരാണ് നമുക്ക് എവിടെയാണ് തരുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള കുറെ പ്രോസസ്സിംഗ് നേരത്തെ ചെയ്യാനുണ്ട്. അതിവിടെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഇവിടെ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബറിലാണ് കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റിന്റെ കാര്യം കുറെ പേര് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക. നേരത്തെ അവരെ എവിടെയും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏജ് ലിമിറ്റിന്റെ കാര്യം ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരുമോന്ന്. ഒരിക്കലും ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ തരുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും സാലറിയും കൂടെ തന്നിട്ട് അവർ അക്കോമഡേഷനോടെ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അല്ലെ. അപ്പൊ അതുകൊണ്ട് ചില ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് ഏത് ക്ലസ്റ്ററിലാണ് കിട്ടുന്നത് ആ ക്ലസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് 2 മാസത്തെ അക്കോമഡേഷൻ തരുന്ന ഹോസ്പിറ്റലുകളുണ്ട്. കാരണം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീടെടുത്താൽ മതി. പക്ഷെ ചിലയിടത്ത് അക്കോമഡേഷൻ കൊടുക്കുന്നില്ല. ഇപ്പൊ ആദ്യം വന്ന നഴ്സിന് അവരുടെ ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്ന പിറ്റേ ദിവസം തന്നെ ഇവിടെ വീടെടുത്ത് മാറുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ കമന്റ്സിന് മറുപടിയായിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തരാം കേട്ടോ.
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.